ഹലോ ഗായ്സ്, അപ്പോൾ പറക്കിക്കട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ വെളിയത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് സിന്ധു ആൻറ്റിക്കൊക്കെ വണ്ടി എടുക്കാൻ പോകും. അപ്പോൾ കൊല്ലത്തു നിന്നാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ കാർ ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ഞാനും ചേട്ടായിക്കൂടെ ഇപ്പോൾ ഇറങ്ങാൻ പോകും. ആക്ച്വലി ട്രെയിനിൽ പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ നമ്മൾ താമസിച്ചത് കൊണ്ട് ട്രെയിൻ കിട്ടത്തില്ലെന്നായപ്പോഴത്തേക്ക് ഇനി കാറിൽ പോകാൻ പോവാണ്. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. എന്നാ ചൂടാണെന്ന് സഹിക്കാൻ വയ്യ, സത്യമായിട്ട് സഹിക്കാൻ വയ്യ. വിയർത്ത് വിളിച്ച് പരിവായിട്ടുണ്ട്. കുളിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ബാത്റൂമിന് വെളിയിലിറങ്ങിയാൽ തന്നെ വീണ്ടും വിയർത്ത് കുട്ടിയാണ് വരുന്നത്. എനിവേ, അപ്പോൾ ചൂട് സഹിക്കാൻ എല്ലാവർക്കും ശക്തി തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. എനിക്കും സഹിക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ വിയർത്തൊഴുകുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ദോശയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ചേട്ടായി എനിക്ക് മുന്നേ അങ്ങോട്ട് താഴോട്ട് പോയിരുന്ന അമ്മയുടെ അടുത്ത് എനിക്ക് ഇത്രയും ദോശ വെക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ കൊണ്ട് ദോശയൊക്കെ തിരിച്ചെടുപ്പിച്ച് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രത്യേക ഒരു കഴിവുണ്ട് ചേട്ടായിക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. നമുക്ക് 3 മണിക്കാണ് കാർ എടുക്കുന്ന ടൈമിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തിന് നമ്മളവിടെ എത്തണം. അതൊക്കെയാണ് പ്ലാന്. അപ്പോൾ നമ്മൾ കാറ്റും അടിച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന ടൈം വെച്ച് നോക്കുവാണെങ്കിൽ എത്തുമെന്നാണ് കാണിക്കുന്നത്. എന്നാലും ഒരു മഴ ടൈപ്പ് ഓഫ് ഫീലുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് കണ്ടറിയണം. വിചാരിച്ച പോലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ പൊടിച്ചു തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് യാത്രയെന്ന് അറിയത്തില്ല. എന്നുവെച്ചാൽ മഴയെ കൊണ്ട് പെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി നമ്മുടെ പലയിടത്തും വന്നെങ്കിൽ ഫുൾ ഇത് ശരിയായിട്ടില്ല. ഐ മീൻ റോഡ് പണിയൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ മഴയെ കൂടെ പെയ്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, ഒരു നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ നമുക്ക് ആക്സസിൻ്റെ ഫാസ്റ്റാകാണുള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് അതിൻ്റെ കാർഡൊന്ന് മാറ്റിയപ്പോൾ എന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ അത് ലിങ്ക് ചെയ്യാതായി. അക്കൗണ്ട് ആക്റ്റീവ് ആണെങ്കിലും കാശുണ്ടായിട്ടും കാര്യമില്ല. അവിടെ ലിങ്ക് പ്രോപ്പറിലാവാത്തതുകൊണ്ട് നമ്മുടെ ഫാസ്ടാഗ് വർക്ക് ആവുന്നില്ല. പിന്നെന്താ, നമ്മൾ 155 വരെ ഡയറക്റ്റ് കൊടുക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ നല്ല കിടുക്കാച്ചി ട്രാഫിക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കുടിക്കാലോ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ബേയിലോട്ട് വന്നപ്പോൾ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഫ്രൂട്ട് ബേയിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ ഒടുക്കത്തെ തിരക്ക്. അപ്പം എന്താ ചെയ്യാനാ, അവിടെ നിന്ന് ഇത്രയും നേരം കാത്തിരിക്കുവാണെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് ലേറ്റ് ആയി പോട്ടോ. അതുകൊണ്ട് നമ്മളത് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. വേറെ എവിടെന്നെങ്കിലും പേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ നോക്കിയപ്പോൾ ഒരു കഫേ കോഫി ഡേ അല്ല, പക്ഷെ കഫേ കോഫി ഡേ എന്നങ്ങാണ്ടാണ് അതിൻ്റെ പേര് കേട്ടോ. ബോബ ബ്ലെഡ്. അപ്പോൾ കഫേ കോഫി ഡേ എന്തുവാണ് സംതിങ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മളൊരു ബോബ കോഫി മേടിച്ചു. പാഴ്സലാണ് കേട്ടോ മേടിക്കുന്നത്. പിന്നെ അവിടെ പോയാലും നമ്മൾ നമ്മുടെ മോന്തയുടെ ഗ്ലാമറൊന്നും കാണിച്ചില്ലെങ്കിൽ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ അടിപൊളി ബോബ കാപ്പുച്ചീനോ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാറിൽ ഇരുന്ന് പോകുമ്പോൾ കുടിച്ചുകൊണ്ട് പോകാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ ഈ ലഞ്ച് കഴിക്കാനുള്ള പ്ലാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ചേട്ടായി കുടിച്ചോണ്ട് ഡ്രൈവ് ചെയ്യുകയാണ്. മഴയൊക്കെ കൂടി ഒടുക്കത്തെ ഒരു ട്രാഫിക്കും കാരണം നമ്മൾ ആക്ച്വലി ഒരു അരമണിക്കൂർ മുന്നെങ്കിലും കൊല്ലത്ത് എത്തേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ എന്താ പറയുക, ഗൂഗിൾ മാപ്പിനെയൊക്കെ തോപ്പിച്ചുകൊണ്ട് ട്രാഫിക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ച ടൈമിങ്ങിൽ 3 മണിക്ക് എത്തുമെന്നൊരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എത്തുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ ആക്ച്വലി സമയത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ ട്രാഫിക്, ആ സൈഡിലുള്ള ഫുൾ അങ്ങനെ കിടക്കുക. തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. പക്ഷേ എനിവേ തിരിച്ചു വരുമ്പോൾ നമ്മൾ വെളിയത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ റോഡിൽ പോവുകയാണെങ്കിൽ ഇന്ന് അടിപൊളിയായേനെ. ട്രാഫിക് അങ്ങ് ലോങ് ട്രാഫിക് ആയിരുന്നു കേട്ടോ. എത്ര നീണ്ട കിടക്കുന്നതുണ്ടോ ബസ് എല്ലാം.
പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ വിളിച്ചപ്പോഴത്തേക്കാണെങ്കിൽ അവരൊക്കെ ആണെങ്കിൽ എത്തുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളെന്നാ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് മിനിസോയിൽ കയറാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നുള്ള ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി കാണാമോ കേട്ടോ, എൻ്റെ ക്യൂട്ടായിട്ടുള്ള മിനിസോ വ്ലോഗ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ, കിയയുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് ഡെലിവറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരും ഏകദേശം സെയിം സമയത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്, കണ്ണനും കിങ്ങണി എല്ലാവരും വന്നിട്ടുണ്ട്, ആൻറ്റിമാരും. അപ്പോൾ ഓൾറെഡി ഇത് എറണാകുളത്ത് ആക്ച്വലി എല്ലാം പേയ്മെൻറ്റും എല്ലാം കഴിഞ്ഞ വണ്ടിയാണ് കേട്ടോ. നമുക്ക് ആക്ച്വലി എനിക്കും ചേട്ടായിക്കും വരാൻ പാടായിട്ടാണ് അവർ മൊത്തത്തിൽ ഡെലിവറി കൊല്ലത്തോട്ട് മാറ്റിയത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് നമ്മുടെ വണ്ടി ഓട്ടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യാൻ വിട്ടിരിക്കുകയാണ് കേട്ടോ, പുതിയ വണ്ടി ഇത്രയും ദൂരം ഓടിയോണ്ട്. അപ്പോൾ നമ്മളതിന് വേണ്ടി കാത്തിരിക്കണം. പിന്നെ കുറച്ച് പേപ്പർ വർക്ക് കൺഫർമേഷൻസ് എല്ലാം ഒന്ന് ചെയ്യണമുണ്ട്. അപ്പോൾ ഫാമിലി ടൈമാണ്, എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാണ്. എനിക്ക് മുന്നേ ഒരു ലിറ്റിൽ ഹാർട്ട്. അപ്പോൾ കൊച്ചച്ഛൻ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചച്ഛനായിട്ട് എല്ലാവരും സംസാരിക്കുക. കൊച്ചച്ഛനോട് ചേട്ടായി ചിലവൊക്കെ എപ്പോഴാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്നൊന്നും പറയട്ടെ, ഒരു കൊച്ചിറങ്ങനാണ് കേട്ടോ, കണ്ണനെക്കാട്ടി ഇളയതാണ്. അപ്പോൾ എല്ലാം പുള്ളിക്കാരൻ്റെ ഡീലിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ്, പിന്നെ ചായയും കോഫിയും പറഞ്ഞവർക്ക് അത് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജ്യൂസ് നല്ല ഓവർ മധുരമായിരുന്നു കേട്ടോ. അവരൊരു 1 കിലോ പഞ്ചസാര തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ കുടിക്കുമല്ലോ, അതാണല്ലോ മധുരം എന്ന് പറഞ്ഞാൽ നമ്മൾ വിടാറില്ല. അപ്പം ഭയങ്കര മധുരമായിരുന്നു, നല്ല ഓക്കെയാണ്. കിങ്ങാകുമ്പോൾ ഞാനിവിടെ ഒരു ചീയേഴ്സ് ഒക്കെ അടിച്ചിട്ട്, ആൻറ്റി എല്ലാവരും ഒരു ചീയേഴ്സ് ഒക്കെ അടിച്ചിട്ട് ഞങ്ങളങ്ങ് ഒരു എന്താ പറയുക, ഒരു ജ്യൂസ് അങ്ങോട്ട് കുടിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഫാമിലി കൂടിയാൽ പിന്നെ വർത്തമാനത്തിന് ഞങ്ങൾക്കൊരു കുറവില്ല, എസ്പെഷ്യലി ഞങ്ങളുടെ ഫാമിലി, അതാണ് ഞങ്ങൾ. അപ്പോൾ ചേട്ടായിക്ക് എന്ന് പറഞ്ഞാൽ കാറിനെ പറ്റി എല്ലാ ഇൻഫർമേഷനും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ കാറിനെ പറ്റി എല്ലാം ഇഷ്ടമാണ്, കാറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ പുതിയ കാർ വരുവാണെങ്കിൽ അതിൻ്റെ, അപ്പം ഞാനൊക്കെ യൂട്യൂബിനകത്ത് പല വ്ളോഗ് കാണുവാണെങ്കിൽ ചേട്ടായി കാണുന്നത് കാറിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ മോസ്റ്റ്ലി ചേട്ടായിക്ക് കാറിനെ പറ്റി എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഓരോരുത്തർ കാർ എടുക്കുമ്പോഴും ചേട്ടായിയുടെ സജഷൻ ചോദിക്കും, എങ്ങനെയാണ് ഇത് കണ്ട ഇയാളെ സൂക്ഷിച്ചോളൂ, ഇങ്ങനത്തെ ആൾക്കാരാണ് ഹോട്ടലിൽ പോകുമ്പോൾ ഷാമ്പൂ ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന്. അതിന് അവിടുന്ന് വിട്ടില്ല, അവിടുന്ന് ഡാർക്ക് ഫാൻറ്റസി എന്തായാലും നമുക്ക് തന്നതല്ലേ, നമ്മളത് വേസ്റ്റ് ആക്കരുതെന്നൊക്കെ പറഞ്ഞ് എടുത്തോണ്ട് പോകാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇനി കണ്ണൻ എല്ലാ പേപ്പർ വർക്ക് അതിൻ്റെ കാര്യങ്ങൾ സൈൻ ചെയ്യേക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണ്. കാരണം നമുക്ക് കാറൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പറയുന്നതും ഇൻഷുറൻസ് റേറ്റ് അവരുടെ പേപ്പറിലുള്ളതൊക്കെ സംടൈംസ് വേരി ആകും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ ഈ കൊച്ച് അല്ലെങ്കിൽ ഓരോന്ന് കൺവിൻസ് ചെയ്ത് ചേട്ടായി ഇന്ന് തന്നെ ചേട്ടായിക്ക് വേറെ വണ്ടി എടുക്കുന്ന ഒരു നിലയിലെത്തിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഭാഗ്യത്തിന് എടുത്തില്ല. അപ്പോൾ കൊച്ചച്ഛന് എന്താ പറയുക, ഫോണിൽ കൂടെ ആണെങ്കിലും എല്ലാത്തിലും പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചച്ഛൻ അടുത്ത മാസമേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണനും നമ്മളൊക്കെ മാത്രം വന്നിരിക്കുന്നത്. കൊച്ചച്ഛൻ ഖത്തറിലാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ എന്നാൽ ചേട്ടായിക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വേറെ കാറ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് നോക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ ചോദിച്ചു. നമ്മുടെ കാർ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്തുവാ എടുക്കാൻ പോകുന്നത്? നമ്മുടെ പാർക്ക് ലെഫ്റ്റിലേക്ക് യൂസ് ചെയ്യല്, ലെഫ്റ്റിലേക്ക് വിട്ടേക്ക്, ലെഫ്റ്റിലേക്ക് നമ്മളവിടെ റെസ്റ്റ് ചെയ്യാം, റൈറ്റിലേക്ക് മാത്രം യൂസ് ചെയ്യാം. അതായത് ക്ലച്ച് ഇല്ല. നമ്മുടെ വണ്ടിയിൽ മൊത്തത്തിൽ എക്കണോമിക്സ് വ്യത്യാസമുണ്ട്. കിയ സൈറോസിലേക്ക് വരുന്ന സമയത്ത് ഇത് ബോക്സി ഫീലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വാഗണാറിനെ വെച്ച് വലിച്ചു നീട്ടിയൊരു ഫീൽ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നും. കുറച്ചുകൂടി സ്പോർട്ടി ലുക്ക് വരുന്നത് മറ്റേതാണ്. പിന്നെ ഇത് ഏത് മോഡലാണ്? GTX ഇത് STX+ ഓപ്ഷൻ ഓപ്ഷൻ. ഇതിനകത്ത് GT വേരിയന്റ് വരുന്നില്ല.
അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി ഏതാണ്? ലെഫ്റ്റ് ലെഗ് യൂസ് ചെയ്ത് സോണിട്ട് നമ്മൾ ഡെലിവറി എടുക്കാൻ വന്നാണ്. ഇപ്പൊ കണ്ടപ്പോ നമ്മള് ഓട്ടോമാറ്റിക് സൈറോസ് ഒന്ന് കണ്ടു. പുതിയ വണ്ടിയാണല്ലോ, അതിന്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് കടക്കുക. ഒരു കാര്യമില്ല, ഇപ്പം ഡ്രൈവ് ചെയ്യുന്നത് എന്റെ സ്വന്തം കുഞ്ഞാണ്. ഇന്ന് ഡ്രൈവ് ചേട്ടൻ വരുന്നതെന്ന് അറിയത്തില്ല. അതൊരു കുഞ്ഞാണ്, അതിനെക്കാട്ടി ഇളയ കുഞ്ഞാണ്. അപ്പൊ സൈറോസ് നല്ല കിടിലൻ വണ്ടിയാണ് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്, അതേപോലെ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. ഇത് അതിന്റെ ഹൈ എൻഡ് മോഡലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പാർക്കിംഗ് ആയാലും പിന്നെ 360 ക്യാമറയൊക്കെ നല്ല കിടിലനാണ് ഇതിനകത്ത്. അതേപോലെ ഇതിനകത്ത് കണ്ടോ നല്ല കുറച്ച് പ്രോപ്പർട്ടികളുണ്ട്. വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്ക് പാടൊന്നുമില്ല. അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ള വിൻഷീൽഡും എന്താ പറഞ്ഞാലും വിൻഷീൽഡ് എന്നാ പറയുന്നത്. അപ്പൊ ഈ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതൊക്കെ കുറേ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ ചാർജിങ് പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചാൽ മാത്രം മതി, മൊബൈൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. അങ്ങനെ കുറേ നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പൊളിച്ചടുക്കി അതിനകത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ അടിച്ച് നമ്മളങ്ങനെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. പിന്നെന്താ പറയുക, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. നമ്മുടെ പേപ്പർ വർക്കും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കുറച്ച് സൈൻ ചെയ്യണം. അപ്പോൾ ഡെലിവറിക്കുള്ള ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി അവിടെ കിടക്കുന്ന കാർ എല്ലാം എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പേപ്പേഴ്സ് എല്ലാം ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് എടുക്കാനുള്ള എന്താ പറയുക, കേക്ക് കട്ടിങ്ങിനുള്ള സമയമായിട്ടുണ്ട്. എന്താ പറയുക, ആ ശുഭമുഹൂർത്തം, യെസ്, അതെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ചേട്ടായിക്ക് എല്ലാത്തിലും ഡൗട്ടാണ് കേട്ടോ. എല്ലാ ഡൗട്ടും കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ കിങ്ങാമോനെ കൊണ്ടിട്ട് കേക്ക് കട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണൻ്റെ കമന്റ് എന്ന് പറഞ്ഞാൽ കാർ അവന് കേക്ക് കിങ്ങാമോനും എന്നുള്ള രീതിയിൽ അവളെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. പക്ഷെ പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ കണ്ണനെക്കാട്ടി കൂടുതൽ കിങ്ങാമുമായിരിക്കും വണ്ടി ഓടിക്കുന്നത്. നമുക്കിപ്പോൾ 18 വയസ്സാകുമ്പോൾ അവള് ലൈസൻസ് എടുക്കുക. കണ്ണനൊക്കെ എറണാകുളത്താണ്, കിങ്ങാമുമായിരിക്കും ചിലപ്പോൾ കിയ സോണിട്ട് എടുത്തിട്ട് പറപ്പിക്കാൻ പോകുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ. അടുത്തത് കീയൊക്കെ മേടിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം. ഞാനപ്പോൾ ഫോട്ടോ എടുക്കുന്നോണ്ട് ഞാനൊക്കെ വീട് പോകുന്ന ചേട്ടയ്ക്ക് പേടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ താഴെ പോകരുത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടി നല്ല കിടുക്കാൻ വണ്ടിയാണ്. നല്ല കിടിലൻ ബ്ലാക്ക് കളറിലൊക്കെ നല്ല സ്റ്റൈലിഷ് കിടക്കാച്ചി വണ്ടിയായിരുന്നു. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ മേളിൽ നിന്നുള്ളത് ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ചിട്ട് താഴോട്ട് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അതിന് പകരം അവർക്ക് ഈ നില താഴെ ആക്കി കൂടായിരുന്നു. അപ്പോൾ ഈ ഒരു പാടില്ലായിരുന്നല്ലോ എന്ന് ഞങ്ങൾ അവിടെ ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്റ്റൈലിഷിന് ഇരുന്നോട്ടെ അവർ ചെയ്തതെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അങ്ങനെ കാർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മേലിൽ നിന്നാണ് കേട്ടോ ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. ഞാൻ വീഴുമെന്ന് ചേട്ടായി പേടിച്ചെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നമ്മുടെ കാർ ഇങ്ങനെ താഴോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മള് ഈ ഡെലിവറിക്കൊക്കെ ഹെൽപ്പ് ചെയ്ത പയ്യനില്ലേ കേട്ടോ, അവന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. പുള്ളിക്കാരൻ ഭയങ്കര ഹെൽപ്പായിരുന്നു. എല്ലാം അവനാണ് ഡീൽ ചെയ്ത് തന്നത്.
അപ്പോൾ അവനോടൊരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ചേട്ടായി നെക്സ്റ്റ് ഇനി കിയുടെ വണ്ടി എടുക്കുമ്പോൾ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയതാണ്. അടുത്തത് കിങ്ങാമന് ശകുനത്തിന് വെച്ചതാണ്. അപ്പോൾ ശകുനം നടക്കാൻ പറഞ്ഞതാണ് കേട്ടോ ചേട്ടായിക്ക് ഇതിനൊക്കെ നല്ല വിശ്വാസമാണ്. അപ്പോൾ അവളെങ്ങനെ നടത്തിക്കുകയാണ്. അപ്പൊ നല്ലൊരു കണി കണ്ട് എതിര് വന്ന നമുക്കെല്ലാം നല്ലതേ ഉണ്ടാവൂ എന്നുള്ള ഒരു ചേട്ടായുടെ വിശ്വാസമാണ്. അപ്പൊ കിങ്ങാമൂനോട് അതേപോലെ ഒന്ന് നടന്നു വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി ഇറങ്ങിയിരിക്കണു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി ബാക്കിയൊക്കെ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ചാർജ് കയറുന്നതുകൊണ്ടുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണെങ്കിൽ ചാർജ് കയറുന്നുണ്ട്. ആദ്യം ഐഫോണുകളെ ചാർജ് കയറുന്നുള്ളായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ നമ്മൾ എല്ലാം കയറുന്നുണ്ട് കേട്ടോ ചാർജ്. അപ്പോൾ സെറ്റാണ്. ചുമ്മാ നമ്മൾ വെച്ചാൽ മതി, കണക്ട് പോലും ചെയ്യണ്ട. അപ്പോൾ പുതിയ കാർ എടുക്കാൻ പോകുന്നത് നമ്മളാണ് എന്താ വെച്ചാൽ ചേട്ടായിയാണ് കേട്ടോ എടുത്തത്. ഞാനും കിങ്ങാമോ ചേട്ടായി കൂടെ പുതിയ വണ്ടിയിൽ, ബാക്കി 3 പേരും കൂടെ ഞങ്ങളുടെ വണ്ടിയിലും ബാക്കിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്തത് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ, ലഞ്ച്. അപ്പം നമ്മൾ KFC പോകുന്നത്. വലിയ ആലോചനകൾക്കൊടുവിൽ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ KFC പോകണം. പിന്നെ ഇതിനകത്ത് കിങ്ങാമു, ഞാനും സിന്ധാൻ്റിയൊക്കെ ഒരു KFC ആൾക്കാരാണ്. എത്ര പേരുണ്ട് കേട്ടോ. പിസയാണോ KFC ആണോ ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് KFC ആണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ ഏതാണ് ഇഷ്ടമെന്ന് പറയാമോ? പിസ ആൻഡ് KFC, വിച്ച് വൺ യു ലൈക്ക്? അപ്പോൾ കമൻറ്റ് ഡൗൺ. അത്രയും പേരൊക്കെ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയണം കേട്ടോ. അപ്പോൾ ഞാനൊരു KFC പേഴ്സണാണ്. ഇത് കണ്ടോ, ഗാന്ധിയാണ്. പക്ഷെ ഫുള്ള് ട്രാഫിക്കിൽ ഗാന്ധിക്ക് ഒരു സമാധാനമില്ലാത്തൊരു ഗാന്ധി വിത്തൗട്ട് എ പീസ് എന്ന് വേണം ഇതിനൊക്കെ പറയാൻ. അപ്പോൾ ഇത്രയും ഇതായിട്ടിരിക്കുമ്പോൾ ഈ ബസ് അതിനിടയിൽ കൂടെ വന്ന് കുത്തിത്തുരുത്തി കുറച്ചുകൂടി ട്രാഫിക് അധികമാക്കി കേട്ടോ. അങ്ങനെ കുറച്ച് പേര് ചെയ്യുമല്ലോ, ആ ഒരു അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി നമ്മളങ്ങ് ആദ്യമേ എത്തി കേട്ടോ KFCയുടെ അടുത്ത്. അവരെ കാണുന്നില്ല, കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അവർ വന്നത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും വന്നു. അങ്ങനെ KFC ഒക്കെ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് എനി ടൈം രാവിലെ ആയാലും രാത്രി ആയാലും KFC തന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആക്ച്വലി എസ്പെഷ്യലി എനിക്ക് ചിക്കൻ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പിന്നെ അതെ. അപ്പോൾ ആൻറ്റിയൊക്കെ വന്നിട്ട് പിന്നെ ഓർഡറൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരുവാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം കളിയാക്കുന്നത് എന്താണെന്നറിയോ? കാരണം ഇത് കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമല്ലേ എല്ലാവരും കൈ തൊടാൻ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ അതിനെ പറ്റി എല്ലാവരും ഇങ്ങനെ കളിയാക്കായിരുന്നു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇനി തിരിച്ചു പോവുകയാണ്. തിരിച്ചിനി നമ്മൾ ഇതേപോലെ നല്ല പൊളിച്ചടുക്കി ഇവിടുന്ന് പോയി ഞാനും കിങ്ങാമും കണ്ണനുണ്ണി ചേട്ടായിയാണ് ഈ പുതിയ വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി തന്നെ അവിടുത്തെ കാർ പോർച്ചിൽ വണ്ടി നല്ല എടുത്തിടാന്നുള്ള നിർബന്ധത്തിലൊക്കെ എടുത്തിട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂത്തമ്മ, അമ്മമ്മ, അച്ചാമ്മ എല്ലാവരും കാണാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. കാരണം നാളെ രാവിലെ നമ്മൾ തിരിച്ചും പോകും. അപ്പോൾ ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ കിടന്നുറങ്ങി. കാരണം രാവിലെ നമ്മൾ എല്ലാം തിരിച്ചു പോവാണ്. പിന്നെ പാക്ക് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വൺ ഡേക്ക് വന്നതുകൊണ്ട് തന്നെ വലിയ പാടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇനി നാളെ രാവിലെ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചായയും കുടിച്ചിട്ട് ഇറങ്ങി. ഇനി പോകുന്ന വഴിക്ക് ആസ് യൂഷ്വൽ നമുക്ക് വെഞ്ഞാറമൂട്ടിൽ കയറണം. കാരണം നമ്മൾ ഹൈവേ വഴി പോകാൻ പറ്റത്തില്ല. വെറുതെ നമ്മളുള്ള ഫാസ്ടാഗിനൊക്കെ ഇരട്ടി പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, മെയിൻ റോഡ് വഴി പോകുന്നില്ല. അപ്പം വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. ആ വഴി പോയാൽ പിന്നെ വെഞ്ഞാറമൂട്ടിൽ നിന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു സുഖം വരത്തില്ലല്ലോ. അപ്പോൾ ചടയമംഗലത്തൂടെ പോയപ്പോഴത്തേക്ക് ചടയമംഗലം പാറയൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെയും പോയിട്ടില്ല. പണ്ട് ഞാൻ കോളേജിൽ പോകുമ്പോഴും എന്ന് കാണുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അന്ന് ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ ആക്ച്വലി ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്ന് ഈ വഴിയാണ് വരുന്നതെങ്കിൽ ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ ഇനി നല്ല വിശപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് വെഞ്ഞാറമൂട് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പോക്ക് വരക്ക് ഈ വഴിയാണെങ്കിലുള്ള ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. ഞാൻ ഓൾറെഡി നിറയെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല സൂപ്പറാണ് കേട്ടോ, നോൺ വെജ് ഒക്കെ. പക്ഷേ ഇന്നത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഏർലിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചിക്കനും ബീഫും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു.
അപ്പോൾ മുട്ടക്കറിയും പത്തിരിയും, ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും വാങ്ങി. ഇതാണ് ക്യാരറ്റ് ബീട്രൂട്ട് മസാല ദോശ. ബീട്രൂട്ട് മസാല ദോശ. ഇത് കഴിക്കണമെങ്കിൽ യു നീഡ് ടു കം. ഇതാണ് ഇന്ത്യൻ കോഫി ഹൗസ്. നാളെ തൊട്ട് നമ്മൾ ഡയറ്റ്. എല്ലാ വട്ടത്തെ പോലെ ഡയറ്റ് ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കും, പക്ഷെ ചെയ്യാറില്ല. അപ്പം ഇനി നാളെ തൊട്ട് നമ്മൾ ചെയ്യണം എന്നുള്ള എന്താ പറയുക, ദൃഢപ്രതിജ്ഞ എടുത്തിട്ട്, ഓ മൈ ഗാഡ് എന്തൊരു വലിയ വാക്ക് ഒക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായയും കോഫിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേപോലെ വേറെ ഇനി വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഒരു കുട്ടി വ്ളോഗായിരുന്നു. ആൻറ്റിയുടെ കാർ എടുക്കുന്ന വകയിലുള്ള ഒരു വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കണം. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഒരു കരിക്കമ്പളിലൊക്കെ ചേട്ടായി കുറിച്ച് എനിക്ക് വിശക്കുന്നില്ലായിരുന്നു, എൻ്റെ വയറ് ഫുള്ളായിരിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടുന്ന് കുറച്ച് ഞാൻ വെറൈറ്റി സാധനങ്ങൾ വാങ്ങിയിട്ടോ. മഞ്ഞ വാട്ടർമെലൻ, അതേപോലെ പച്ച വാട്ടർമെലൻ വിത്ത് അകത്ത് മഞ്ഞ ഉള്ള സംഭവം. അങ്ങനെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ച്, ഇപ്പം നിങ്ങൾ കുറച്ച് ഷോർട്സ് കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ അത് വെച്ച് കുറേ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. ബൈ. അതേപോലെ എൻ്റെ വീഡിയോസ് നിറയെ പേര് കാണുന്നുണ്ടെങ്കിൽ അതിലെ പാതി പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആക്ച്വലി ബൈ.